നികേഷ് കുമാർ സിപിഎം സൈബർ പോരാളികളുടെ തലപ്പത്തേക്ക് സോഷ്യൽ മീഡിയയുടെ ഏകോപനവും നയവും ഉൾപ്പെടെ സൈബർ പോരാളികളെയും എല്ലാം ഇനി നികേഷ് കുമാർ നയിക്കും. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ 3 ഏരിയ കമ്മിറ്റികളുടെ മീറ്റിംഗിന് നികേഷ് കുമാർ എത്തി. വി.ഡി. സതീശനെ പറവൂരിൽ തന്നെ തോൽപ്പിക്കണമെന്നും അതിനായി ചെയ്യേണ്ട രീതികളും നികേഷ് കുമാർ വിശദീകരിച്ചു. വി.ഡി. സതീശന് സംസ്ഥാന വ്യാപകമായി സൈബർ ആക്രമണത്തിനാണ് ഉന്നം വച്ചിരിക്കുന്നത്. മുഖ്യശത്രു സതീശനെന്നും പ്രതിപക്ഷ നേതാവിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കണമെന്നും സിപിഎമ്മിന്റെ പുതിയ സൈബർ തന്ത്രവുമായി നികേഷ് കുമാറും ടീമും. യു.ഡി.എഫിനെ തിരഞ്ഞെടുപ്പിൽ മടവച്ചോ ചതിച്ചോ നാണം കെടുത്തിയോ വീട്ടുക എന്ന് പറയുമ്പോൾ നികേഷ് കുമാർ എന്ന ജേർണലിസ്റ്റിനെ റിപ്പോർട്ടർ ചാനൽ വഴി പരിചയമുണ്ടാകും. എന്നാൽ നികേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനാകുമ്പോൾ അത് എം.വി. രാഘവന്റെ മകനാണ്. കേരളത്തെ ഏറെക്കാലം പിടിച്ചുകുലുക്കിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാണ് നികേഷ് കുമാർ. സിപിഎംകാർ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ചെരുപ്പുമാല ഇടിപ്പിച്ച എം.വി. രാഘവൻ എന്ന പിതാവിന്റെ മകനാണ് നികേഷ് കുമാർ. മാത്രമല്ല, അനേകം വധശ്രമങ്ങൾ എം.വി. രാഘവനെ കൊല്ലാൻ സിപിഎം അക്കാലത്ത് നടത്തി. രാഘവൻ കയറുന്ന തീവണ്ടി വരെ അദ്ദേഹത്തെ വധിക്കാനായി ആക്രമിച്ചു. കൂത്തുപറമ്പിൽ എം.വി. രാഘവന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു 5 സിപിഎംകാരെ പോലീസ് വെടിവെച്ച് കൊന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂത്തുപറമ്പിൽ 5 സഖാക്കന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം എം.വി. രാഘവൻ മാത്രമായിരുന്നു.